ഒരു പിതാവ് എത്ര വയസ്സ് വരെ സമ്പാദിക്കണമെന്ന് തീരുമാനിക്കുന്നത് ആ പിതാവിൻ്റെ വയസ്സല്ല, ആ പിതാവിൻ്റെ മക്കളാണ് എന്നതാണ് ഇന്നത്തെ ചിന്ത. തീർച്ചയായും പ്രസക്തമായൊരു ചിന്ത തന്നെ അല്ലേ. അതെ. പിന്നെ മക്കളാണ് അത് എത്ര വരെ അധ്വാനിക്കണം എന്ന് തീരുമാനിക്കുന്നത് എന്ന്. ശരിക്കും അത് മക്കളുടെ ജീവിതത്തിൽ നിന്ന് പിതാവ് മനസ്സിലാക്കണം, ഇനി ഞാൻ അധ്വാനിക്കാൻ പോകേണ്ടതില്ല എന്നുള്ള കാര്യം. അതോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പ്രായമായ ഒരു പിതാവ് അദ്ദേഹത്തിനോട് വീട്ടിൽ പിടിച്ചിരുത്താണ്, നിങ്ങൾ അനങ്ങരുത്, എവിടേക്കും പോകരുത് എന്ന് പറഞ്ഞാലുള്ള ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹം ജോലി ചെയ്യാതെ വീട്ടിൽ തന്നെ ചടഞ്ഞിരിക്കും. റിട്ടയർഡായ ഉദ്യോഗസ്ഥന്മാരുമൊക്കെ വീട്ടിലിങ്ങനെ ഒരു ചാരുകസേരയിൽ ഇങ്ങനെ ചാരിയിരിക്കും. അവർക്ക് സമയത്തിന് ചായ വരും, ചോറ് വരും. അങ്ങനെ ആ ഒരു ചാരുകസേരയിൽ അമർന്ന് ഇരുന്നു പോയി രോഗികളായി പോകുന്ന ആളുകളെ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഭാരപ്പെട്ട ജോലികൾ നിങ്ങൾ എടുക്കേണ്ടതില്ല, നമുക്ക് ജീവിക്കാനുള്ളത് ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയാനുള്ളൊരു സാഹചര്യം മക്കൾക്ക് കാണിക്കണം എന്നുള്ളത് പ്രസക്തമായൊരു കാര്യം തന്നെ. 2-3 ദിവസം മുമ്പ് എൻ്റെ വാപ്പ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു മെസ്സേജ് അയച്ചു. മക്കൾക്ക് പേഴ്സണലായിട്ട് അയച്ചു, ഗ്രൂപ്പിലും അയച്ചു. വാപ്പ, നിങ്ങൾ ജോലിക്ക് പോകേണ്ട, ഞങ്ങൾ ജോലിക്ക് പോയി പണമുണ്ടാക്കിക്കോളാം എന്ന് എല്ലാ മക്കളും പറയുന്നു. എന്നാൽ വാപ്പ, നിങ്ങൾ ഞങ്ങളെ സുബഹിന് വിളിച്ചുണർത്തണ്ട, ഞങ്ങൾ ഉണർന്നോളാം എന്ന് കുട്ടികൾ പറയാത്തത് എന്തുകൊണ്ടാണ്? ഞങ്ങളോട് മാത്രം പറഞ്ഞല്ല, എല്ലാവരോടും പറഞ്ഞ ഒരു കാര്യമാണ്. അതുകൂടി ഈ സന്ദർഭത്തിൽ ഞാൻ ഓർത്തെടുത്ത് ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഒരു പിതാവിൻ്റെ അധ്വാനത്തെയാണ് ശരിക്ക് വിലയിരുത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെപ്പോഴും നമ്മുടെ മാതാവിനെക്കുറിച്ച് അല്ലെങ്കിൽ ഉമ്മമാരെക്കുറിച്ച് നമ്മൾ എപ്പോഴും പറയും. ഉമ്മമാരുടെ ആ ഒരു വാല്യൂ പറയുമ്പോൾ അത് നൊന്ത് പ്രസവിച്ച ആ ഗർഭകാലം, അതുപോലെ തന്നെ പ്രസവത്തിൻ്റെ ആ ഒരു സമയങ്ങൾ, പിന്നീട് നമ്മളെ വളർത്തി അതൊക്കെ വളരെ വാചാലമായിട്ട് പറയും. പക്ഷേ നമ്മൾ പലപ്പോഴും പിതാവിൻ്റെ ഒരു അധ്വാനം എന്ന് പറഞ്ഞാൽ ആ ഫാമിലിക്ക് വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ മരണം വരെയാണ്, അല്ലേ? ഉമ്മയുടേത് കറക്റ്റ് കണക്ക് പറയുമ്പോൾ വാപ്പാൻ്റെ ശരിക്ക് കണക്ക് പറയാൻ പറ്റാത്ത അത്ര വലുത് തന്നെയാണ്. പക്ഷേ റസൂലുള്ളാഹി നമുക്ക് അതിൻ്റെ ഉമ്മയുടെ സ്ഥാനത്തെ വളരെ ഗൗരവമായി കാണേണ്ടതുണ്ട് എന്നത് തിരിച്ചറിയാൻ കൂടി നമുക്ക് എന്ത് ചെയ്തു, ബാധ്യതകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ 3 പ്രാവശ്യം ഉമ്മയോട് എന്ന് ആവർത്തിക്കുകയും പിന്നെ അതത്രയും ആ ഒരു സ്ഥാനമുണ്ട്, അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ പലപ്പോഴും കാണാതെ പോകുന്നൊരു സംഗതിയാണ് പിതാവിൻ്റെ അധ്വാനം എന്നുള്ളത്. ചില ആളുകൾ ഒരുപാട് കാലം ഗൾഫിലൊക്കെ നിന്നിട്ട് അധ്വാനിച്ചിട്ട് ചിലപ്പോൾ കടവും പ്രയാസങ്ങളൊക്കെ ഉള്ളതൊക്കെ വീട്ടി നാട്ടിൽ വന്നിട്ട് വീണ്ടും എന്ത് ചെയ്യാണ്, അധ്വാനിക്കുകയാണ്, അല്ലേ? അപ്പോൾ ഇത്ര കാലം എന്തിന് ഗൾഫിൽ നിന്നോന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് അവർക്ക് മറുപടികളൊക്കെ ഉണ്ടാകാം. പക്ഷേ മറ്റുള്ളവരുടെ മുമ്പിൽ എന്തില്ല, അവർക്ക് എടുത്ത് കാണിച്ചു കൊടുക്കാനൊന്നുമില്ല. കാരണം ഗൾഫിൽ പോയി കഴിഞ്ഞാൽ സാധാരണ എല്ലാവരും പറയലെന്താണ്, അവൻ കുറേ സമ്പാദിച്ചിരിക്കണം, അവിടെ സ്ഥലം വാങ്ങിയിട്ടുണ്ട്, ഇവിടെ ബിൽഡിങ് കയറ്റിയിട്ടുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളാണല്ലോ. പക്ഷേ ഈ ഒരു പിതാവ് ശരിക്കും ഗൾഫിൽ പോയ കാലം മുഴുവനായിട്ടും ചിലവഴിച്ചിട്ടുള്ള എന്തിനായിരിക്കും, കുടുംബത്തിന് വേണ്ടിയിട്ടായിരിക്കും. എന്നാൽ വീണ്ടും ജീവിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, നാട്ടിൽ വന്നിട്ട് കൂലിപ്പണിക്കായിട്ടും 60 വയസ്സ് കഴിഞ്ഞിട്ടും അധ്വാനിക്കാൻ പോകുന്ന എത്രയോ ഗൾഫ് ആളുകളുണ്ടല്ലോ. അപ്പോൾ പിതാക്കന്മാരുടെ അധ്വാനത്തെയും അതുപോലെ അവരുടെ ശ്രമങ്ങളെയും നമ്മൾ കുറച്ച് കാണാൻ പാടില്ല എന്ന് മാത്രമല്ല, എപ്പോഴും ഒരു പരുഷ സ്വഭാവം അല്ലെങ്കിൽ കുറച്ചൊരു ഗൗരവം ഉപ്പമാർക്ക് പിതാക്കന്മാർക്ക് ഉണ്ടാവാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നുമല്ല, അധ്വാനത്തിൻ്റെ ആ ഒരു പ്രയാസവും ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചുള്ള ദീർഘവീക്ഷണവും അതിനെക്കുറിച്ചുള്ള ആ ഒരു വേവലാതിയൊക്കെ തന്നെയാണ്, അല്ലേ? അപ്പോൾ പിതാവ് വയസ്സായിട്ടും ജോലി ചെയ്യാൻ കഴിയാതായിട്ടും ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണെന്നുള്ളത് ബാക്കിയുള്ളവർ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ ചിലവ് അധികമാണോ? ഇനി അതല്ല, നമുക്ക് ജീവിക്കാനുള്ള സാഹചര്യമുണ്ട്, പിതാവിൻ്റെ ഒരു ഇഷ്ടത്തിനു വേണ്ടി അദ്ദേഹം ജോലിക്ക് പോവുകയാണെങ്കിൽ നമുക്ക് പ്രയാസവുമില്ല. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, നമ്മുടെ ഭാഗത്തുള്ള പ്രശ്നങ്ങളാണോ എന്ന് വീട്ടിലുള്ളവർ, മക്കളായാലും ഭാര്യയായാലും സഹോദരിമാരായാലും സഹോദരന്മാരായാലും ഒക്കെ കണ്ടറിയുന്നത് നല്ലത് തന്നെയാണ്. പ്രത്യേകിച്ചും പ്രവാസികളായ ആളുകൾ അവരുടെ യുവത്വവും നല്ല കാലവുമൊക്കെ അവർ വിദേശ രാജ്യത്ത് ചെലവാക്കിയത് നമുക്ക് വേണ്ടി തന്നെയാണ്. ഇനിയും അവർ കഷ്ടപ്പെടുകയാണോ എന്ന് നമ്മൾ
ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നമ്മുടെ പിതാവ്, പ്രത്യേകിച്ച് കുടുംബത്തെ മുന്നോട്ട് നയിക്കാൻ മുമ്പിൽ നിൽക്കുന്ന ഒരു താങ്ങും തണലുമായിട്ടുള്ള പിതാക്കന്മാരെ നമ്മൾ എത്രത്തോളം അവരെ സംരക്ഷിക്കേണ്ടതുണ്ട്, അതല്ലെങ്കിൽ അവർക്കൊരു പ്രത്യേക കെയർ കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളത് നമ്മൾ മക്കളാണ് തീരുമാനിക്കേണ്ടത്. റബ്ബ് ആ നിലക്ക് ചിന്തിക്കാനും ആ ഒരു അടുപ്പവും സ്നേഹവും നിലനിർത്തി മുന്നോട്ട് പോകാനൊക്കെ നമുക്കും നമ്മെ കേൾക്കുന്നവർക്കും തൗഫീക്ക് നൽകട്ടെ. ആമീൻ. നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില ഫീഡ്ബാക്കുകൾ വന്നിട്ടുണ്ടാവും. തീർച്ചയായിട്ടും നമുക്ക് ബാക്കിയുള്ള ഫീഡ്ബാക്കുകൾ കൂടി വായിക്കേണ്ടതുമുണ്ട്. ഇന്നത്തെ തിരുമൊഴിയെ പറ്റി